ഞാനങ്ങനെ ഫൈനലി ഒരു മോണിറ്റർ വാങ്ങി. എൽ ജിയുടെ അൾട്രാ ഗിയർ 32 ഇഞ്ച് മോണിറ്ററാണ്, ഒരു കേർവ്ഡ് മോണിറ്ററാണ്. ഇത് വാങ്ങാൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ഓൾറെഡി ഡാമേജ് ആയിട്ടുണ്ട്. ഒരു 3 വർഷം അടുപ്പിച്ച് ആയിട്ടുള്ള ലാപ്ടോപ്പ് വാങ്ങിയിട്ട്. എച്ച് പിയുടെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഓൾറെഡി അതിൻ്റെ ബാറ്ററി ഡാമേജ് ആയി, അതുപോലെ തന്നെ ഡിസ്പ്ലേ ഓൾസോ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറുന്നതിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നു കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു ഒരു മോണിറ്റർ വാങ്ങുന്നത്. ഡിസ്പ്ലേയുടെ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല, എക്സാക്ട് ഒറിജിനൽ ഡിസ്പ്ലേ വേണമെങ്കിൽ അത്യാവശ്യം റേറ്റ് വേണം. സോ ഐ ഡിസൈഡഡ് ടു പർച്ചേസ് ദിസ് മോണിറ്റർ. ഈ ഒരു മോണിറ്റർ ഇതൊരു കേർവ്ഡ് മോണിറ്ററാണ്, നിങ്ങൾക്കിവിടെ കാണാം. ഇതൊരു കേർവ്ഡ് എൽ ജിയുടെ ഒരു കേർവ്ഡ് മോണിറ്ററാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സൂപ്പർ മാറ്റ് ഫിനിഷ് വരുന്നൊരു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ കോട്ടിംഗ് ആണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല മാറ്റ് ഫിനിഷാണ് ഇതിന് വരുന്നത്. ലൈറ്റ്, ഇവിടെ ലൈറ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു റിഫ്ലക്ഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റ് കോട്ടിംഗ് ആണ് ഇതിന് വരുന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഫുൾ ഫ്ലാറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നമ്മൾ നല്ലപോലെ ചെക്ക് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമുക്ക് കേർവ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വിസിബിലിറ്റി ഉണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലാപ്ടോപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഓണാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ലാപ്ടോപ്പ് ഓണാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ തുറക്കുള്ളൂ, ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യാറുള്ളൂ. ഇതിനകത്ത് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഇത് ഓണാവാനൊരു കപ്പിൾ ഓഫ് സെക്കൻഡ്സ് എടുക്കും. നമ്മൾ സാധാ ലോഡാവാൻ നിമിഷം നേരം കൊണ്ടാവും. ഇതിന് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം ആ CMOS ചെക്ക്, ഇൻപുട്ട് ഔട്ട്പുട്ട് ചെക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അധികം എടുക്കുന്നുണ്ട്. ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ അടച്ചങ്ങ് വെക്കും. അപ്പോഴത്തേക്കും ഇവിടെ ഡിസ്പ്ലേ വരും, കണ്ടില്ലേ. ബ്ലൂടൂത്ത് കീബോർഡും ബ്ലൂടൂത്ത് മൗസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ USB പോർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു ഹബ്ബ് കണക്ട് ചെയ്ത് ബാക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഹബ്ബിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മോണിറ്ററിനെ കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്യാം. ഇതൊരു അൾട്രാ വൈഡ് അല്ല, ബട്ട് ഒരു വൈഡ് ആംഗിൾ വരുന്ന ഒരു 16:9 വരുന്ന ഒരു മോണിറ്ററാണ്. നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്സ് ആണ് ഇതിന് വരുന്നത്. അതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇതൊരു VA പാനലാണ്, ഇതൊരു IPS പാനലല്ല. അപ്പോൾ IPS ഗ്ലോ പോലുള്ള ഇഷ്യൂവിനൊന്നും ഇങ്ങനൊരു ഇഷ്യൂ ഇതിനില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലാക്ക് ലെവൽസ് ഉണ്ട്. ഇതൊരു ബ്ലാക്ക് വാൾപേപ്പറാണ് വിത്ത് സം കളർ ഫോട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം. ഞാൻ എൻ്റെ ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ, എന്തുമാത്രം ബ്ലാക്ക് കളർ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. ഞാൻ ഈ വാൾപേപ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. നമുക്കിതൊന്ന് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കേർവേച്ചറാണ് ഇതിനിടയിൽ. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കേർവ്, 1000 R കേർവാണ് ഇതിന് വരുന്നത്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് 180 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. VA പാനലാണ്. പലർക്കും VA പാനലിനോട് താല്പര്യം കാണത്തില്ല, കാരണം ഈ ഗെയിമിനൊന്നും അത്രയും സ്യൂട്ടബിൾ അല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിന് 180 Hzൻ്റെ റിഫ്രഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 ms GTG അതും ഓപ്ഷൻ അവൈലബിൾ ആണ്. ഫുൾ HD അല്ല, അതിന് മുകളിലുള്ള 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. നമുക്ക് ബാക്കിൽ കണക്ട് ചെയ്യാൻ വരുന്നത് ഇതിൻ്റെ ഒരു പീസ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇതിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്നിട്ട് മുറുക്കണം. അതിനുശേഷം നമുക്ക് 2 USB HDMI 2 HDMI പോർട്ട് വരുന്നുണ്ട്, ഒരു DP പോർട്ട് വരുന്നുണ്ട്, ഒരു ഓക്സ് പോർട്ട് വരുന്നുണ്ട്, ഒരു പവർ കണക്ടർ. USB പോർട്ട് ഇല്ല ഇതിന്. കയറ്റി വെച്ചിട്ട് ഇവിടെ 2 സ്ക്രൂ ഇടുക അടിവശത്ത്, എന്നിട്ട് ജസ്റ്റ് മുറുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പീസാണ് നമുക്ക് അടുത്ത് വരുന്നത്. ഈ ഒരു പീസ് നമ്മുടെ സ്റ്റാൻഡാണ്, അത് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തു എൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പീസാണ്. ജസ്റ്റ് കണക്ട് ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി ഇവിടെ 2 ഹോളുണ്ട്, അത് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് സ്ക്രൂ അവൈലബിൾ ആണ്. ആ സ്ക്രൂ ഇട്ട് നമ്മൾ മുറുക്കുകയാണ്. അപ്പോൾ സ്റ്റേഡി ആയിട്ടുള്ള സ്റ്റാൻഡാണ് വരുന്നത്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്. ഈ ഒരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. നമുക്കിതെടുത്ത് തിരിച്ച് വെക്കാം. അതിന് മുന്നേ ആയിട്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് 2 HDMI പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു DP പോർട്ട് വരുന്നുണ്ട്, ഓക്സ് പോർട്ട്, അതുപോലെ പവർ. ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു വ്യൂ ഇതാണ്, കണ്ടില്ലേ. ഒരു ഗെയിമിംഗ് മോണിറ്റർ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ വരുന്നത്, ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ ഗെയിം മോഡ് വരുന്നുണ്ട്. ഗെയിം മോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗെയിം സെൻട്രിക് ആയിട്ടുള്ള എല്ലാ ഓപ്ഷനും കാണാൻ പറ്റും. കണ്ടില്ലേ, അതിൻ്റെ ഇപ്പോൾ എത്ര ഹെർട്സ് ആണ് ഇത് ഓടുന്നത്, എക്സ്റ്റൻഡ് ഫ്രീസിംഗ്, അപ്പം HDR ഓഫ് ആണോ ഓൺ എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ റെസ്പോൺസ് ടൈം ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഗെയിം മോഡ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഗെയിമർ 2 നമുക്ക് കസ്റ്റം
സെറ്റിങ്സ് വേണോ, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ്. ഞാനിപ്പം ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചേക്കായിരുന്നു, അതാണ് കുറച്ച് കൂടിയപ്പം വ്യത്യാസം വരുന്നത്. ഗെയിമർ 1, ഗെയിമർ 2, FPS, RTS, ഇതൊക്കെയാണ് ഗെയിമിങ്ങിൻ്റെ ഉള്ളത്. ഇനി നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻപുട്ട് വേണമെങ്കിൽ മാനുവൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. HDMI 1 എന്ന് പറയുന്നത് പ്ലേ സ്റ്റേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ HDMI 2 എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ആണ്. ഡിസ്പ്ലേ പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇനി ഉള്ളതെന്ന് പറയുന്നത്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. ഇനി നമ്മൾ മെനു തന്നെ സെലക്ട് ചെയ്യാം. മെനുവിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് വരുന്നത് ഗെയിം അഡ്ജസ്റ്റ് ഉണ്ട്, അതിനകത്ത് കുറെ ഗെയിമർ 1 നമ്മളിപ്പോൾ കണ്ട അതേ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ നമുക്കിപ്പം വിവിഡ് ആക്കാം, FPS ആക്കാം, അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഇനി ഫ്രീസിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് NVIDIAയുടെയും അതുപോലെ തന്നെ AMD ഫ്രീസിംഗ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ബ്ലാക്ക് സ്റ്റെബിലൈസർ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. റെസ്പോൺസ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ക്രോസ് ഹെയർ, ഇതെല്ലാം ഗെയിമിങ്ങിന്റെ സെറ്റിംഗ്സ് ആണ്. FPS കൗണ്ടർ, അതുപോലെ കുറെ സെറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിക്ചറിന്റെ കൺട്രോൾ, ലൈക്ക് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഷാർപ്നെസ്, അതുപോലെ തന്നെ പിന്നെ ബ്ലാക്ക് ലെവല്, അങ്ങനെ കുറെ സെറ്റിംഗ്സ് നമുക്ക് മാറ്റാൻ പറ്റും. ഇൻപുട്ട് നമുക്ക് ഓട്ടോ സെറ്റ് ചെയ്യാൻ പറ്റും, ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് സ്വിച്ച് ചെയ്യാൻ, ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ഓൺ ചെയ്യാൻ പറ്റും. ജനറൽ വരുവാണെങ്കിൽ ലാംഗ്വേജ്, യൂസർ ഡിഫൈൻഡ് കീ, അങ്ങനെ കുറെ സ്മാർട്ട് എനർജി സേവിങ്. നിങ്ങൾ ഈ മോണിറ്റർ വാങ്ങുവാണെങ്കിൽ ആദ്യം ഓഫ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഈ സ്മാർട്ട് എനർജി സേവിങ്, അല്ലെങ്കിൽ ഓട്ടോ ബ്രൈറ്റ്നസ് സെറ്റിംഗ്സ് ഓട്ടോ ആക്ടിവേറ്റ് ആവും, ബ്രൈറ്റ്നസ് കൂടിയും കുറഞ്ഞും വരും. പിന്നെ ഡീപ് സ്ലീപ്പ് എന്നൊരു ഓപ്ഷൻ ഓഫ് ആക്കുക, ഈ സ്റ്റാൻഡ് ബൈ എന്നൊരു ഓപ്ഷനും ഓഫ് ആക്കുക. ഇതൊക്കെ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് മോണിറ്ററിന്റെ കിട്ടും. നിങ്ങൾ എനർജി സേവിംഗ് എന്നൊരു ഓപ്ഷൻ ഓൺ ആക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബ്രൈറ്റ്നസ് ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിനി അടുത്തത് ഇതിന്റെ പിന്നെ നമ്മൾ ആദ്യം നോക്കിയ ഗെയിമർ സെറ്റിംഗ്സ് ആണ് ഈ മോളിൽ കാണുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഓൺ സ്ക്രീൻ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്, ഇൻബിൽട്ട് ആയിട്ടുള്ള നമ്മുടെ മോണിറ്ററിംഗ് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അതിന്റെ പേരാണ് ഓൺ സ്ക്രീൻ കൺട്രോൾ. ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഇതിന്റെ ഒരു ബിൽറ്റ് ഇൻ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുവഴി നമുക്ക് ഈ സെറ്റിംഗ്സ് എല്ലാം മാറ്റാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഗെയിമറോ FPS ഏതാണോ എന്ന് വെച്ചാൽ നമുക്ക് അതെല്ലാം നമുക്ക് ഇവിടെ വന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ റെസ്പോൺസ് ടൈമും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു നമ്മുടെ ആപ്പിൽ വന്ന്, ഇതിന്റെ ആപ്പ് അവൈലബിൾ ആണ്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ PCയുടെ ഈ ഒരു മോണിറ്റർ ഗുണം എന്ന് പറയുന്നത്, ഇത് അത്യാവശ്യം നല്ല ബ്ലാക്ക് ലെവൽസ് ആണ് നമുക്ക് ഇതിനെ കിട്ടുന്നത്. അത്യാവശ്യം നല്ല ബ്ലാക്ക് ലെവൽസ്. നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗ്ലോയോ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ തന്നെ നോക്കാം. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗ്ലോ IPS പാനലിൽ കാണുന്ന ഒരു ഗ്ലോയും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇതൊരു കണ്ടില്ലേ, അത്യാവശ്യം നല്ല പിച്ച് ബ്ലാക്ക്, നിയർ ടു പിച്ച് ബ്ലാക്ക് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ ബ്ലാക്ക് ലെവൽസ് എന്ന് പറയുന്നത്. അതാണ് ഈ VA പാനലിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളിനി നോക്കാൻ പോകുന്നത് ഡെഡ് പിക്സൽ ടെസ്റ്റ് ആണ്. ഞാനിത് വാങ്ങിയപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഒരു തരത്തിലുള്ള ഡെഡ് പിക്സൽ ഒരു കാര്യവും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇത് വന്നേക്കുന്നത് നമ്മുടെ തായ്വാൻ മേഡാണ് ഈ ഒരു LGയുടെ പ്രോഡക്റ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഡിസ്പ്ലേയുടെ ഡെഡ് പിക്സൽസോ ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. ലൈക്ക് എല്ലാം ക്ലിയർ ആണ്. ഒരു തരത്തിലുള്ള ഡെഡ് പിക്സൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്പ്ലേ ബ്ലീഡ് ആണ്. ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഡിസ്പ്ലേ ബ്ലീഡിങ്, ഒരു തരത്തിലുള്ള ഡിസ്പ്ലേ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഈ ഒരു പാനലിലില്ല. ഈ ഒരു LG വാങ്ങിയില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വാങ്ങുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഡെൽ ആയിരിക്കും. ഡെല്ലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ HP, ഡെല്ല് അതുപോലുള്ള ബ്രാൻഡുകളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. സാംസങ്ങും നല്ലതാണ്, ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെല്ലായിരിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി എന്താ പറയുന്നത് ഡെല്ലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് LGയും ഒരു നല്ല ഓപ്ഷൻ ആണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വാറന്റിയും ലൈക്ക് നമുക്ക് സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നത് ഇതൊരു ഓൺ സൈറ്റ് സപ്പോർട്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം ഓൺ സൈറ്റ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് 3 വർഷത്തേക്ക് എന്തായിരുന്നു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ബ്ലാക്ക് ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്റെ ഫോൺ എത്രത്തോളം ഇതിന് പ്രോപ്പറായിട്ട് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലാക്ക് ലെവൽസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. Hey there, what you drinking? 2 shots, let's pour it out.
I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. This is the time of your life. Remember, you don't get it twice. The time of your life.